പിന്നെന്ത് കെ ദാസ് മണക്കാട്. പിന്നെ 29/5/2029 ടെസ്റ്റിന് ഡേറ്റ് എടുത്തത്. ഓക്കെ, നാളെ തൊട്ട് ടെസ്റ്റ് എടുക്കും അല്ലേ? പോട്ടെ. പയ്യെ പോകണം കേട്ടോ. സ്പീഡ് അതാത് കയറുന്ന സ്പീഡാണ് കേട്ടോ. ഹാൻഡ് സിഗ്നൽ എത്ര ഉണ്ട്? ഹാൻഡ് സിഗ്നൽ കൈ കൊണ്ട് കാണിക്കുന്ന സിഗ്നല് എത്ര എണ്ണം ഉണ്ട്? ഏടാ 5 എണ്ണം. നീ എല്ലാം കളഞ്ഞൊരു ആക്സിഡൻറ്റ്. ഹാൻഡ് സിഗ്നൽ ഏത് കൈ കൊണ്ട് കാണിക്കുന്നത്? സൈൻ ബോർഡ് എത്ര ഉണ്ട്? 3 സൈസ്. വൃത്തത്തിലുള്ളതും പറഞ്ഞേ, എത്ര വൃത്തത്തിലുള്ളതും ചതുരത്തിലുള്ളതും ത്രികോണത്തിലുള്ളതും അല്ലേ? പയ്യെ വൃത്തത്തിൽ പിടിക്കണ്ട. പയ്യെ കേട്ടോ. സുരക്ഷിതമായ അകലം ഉണ്ടോ? ഒരു വണ്ടി കയറി വരുന്നു നോക്കട്ടോ. പയ്യെ പോകണം. നീ ആ ലേണേഴ്സിനെ പഠിപ്പിച്ച് ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് പഠിച്ചോണം കേട്ടോ. ഈ മഞ്ഞോല കടന്ന ഈ 2 മഞ്ഞോല ഉണ്ട്. എന്താ പയ്യെ പോകാൻ ലോറി വരും. ഈ കയറ്റത്ത് നിർത്തിക്ക്. എടുത്ത് വണ്ടി ക്ലച്ച് നിർത്തിക്കുക. അങ്ങ് മുന്നോട്ടും പുറകോട്ടും പോകാതെ. ബ്രേക്ക് കേട്ടത് ക്ലച്ച നിർത്തുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടാതെ ക്ലച്ച നിർത്തിക്കുന്നുണ്ട്. വണ്ടി മുന്നോട്ടും പോലെ പുറകോട്ടും പോകല്ലേ. ഓക്കെ ആണോ? ആ പോട്ടെ. കഴിഞ്ഞെടുത്തോ. അതാത് കീറിൻ്റെ സ്പീഡിന് പോകണം കേട്ടോ. ത്രികോണത്തിലെല്ലാം മുന്നറിയിപ്പ് ഇനങ്ങളാണ് കേട്ടോ. ത്രികോണത്തിലുള്ള ചതുരത്തിലുള്ളതെല്ലാം എന്നാ പറ. നീ എന്നാ ശരിയല്ലോ. ചതുരത്തിലുള്ള എല്ലാം എന്നാ അറിവിലേക്ക്. അവിടെ എന്താ സിഗ്നൽ? അതൊക്കെ കോഫി ഷോപ്പുണ്ട് കേട്ടോ, പമ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കേട്ടോ. പയ്യെ പോട്ടോ. ജംഗ്ഷനാണ്. നിർത്തിക്കുക ഇവിടെ. അല്ല അല്ല, ഇന്നലെ രാത്രിയിൽ ആൾക്കാർ വന്നപ്പം ഇടിച്ച് മാറ്റിയിട്ടാകുന്നതാണ് കേട്ടോ. അതേ പോകും. വണ്ടി പുറയുന്ന വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ. നമ്മൾ മുന്നോട്ട് നോക്കാം കേട്ടോ. പുറയുന്ന വരുന്ന ഓണടിക്കും കേട്ടോ. പയ്യെ പോയാൽ മതി. കുഞ്ഞായിട്ടുള്ള വളവ് കയറ്റ വഴിയാണെങ്കിൽ സൂക്ഷിച്ച് പോകണം കേട്ടോ. കാണാൻ പറ്റില്ല.
നാളെ എന്നാ തിങ്കളാഴ്ച 4 ആകുമ്പോൾ എന്നാ മറ്റേ പുതിയ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാനുണ്ട് ജാസിൻ്റെ കേട്ടോ. ഒന്നും കൂടെ കൂടിയിട്ട് പോകും കേട്ടോ. 17-ാം തീയതി ക്ലാസ് കൂടാന്ന് പറഞ്ഞില്ലേ? അത് തന്നെ സാറുമാരുടെ അതൊക്കെ ചോദിക്കുക. അന്നേരം വായ വിളിച്ചോട്ട് നിന്നേക്കല്ലേ കേട്ടോ. നാളെ വന്ന ക്ലാസ്സെല്ലാം കൂടി നാളത്തെ കഴിഞ്ഞ് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നതല്ലേ? നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നതല്ലേ? പിന്നെ എന്നെ മറന്നു പോകണമെങ്കിൽ ഇട്ടടിച്ചോ. സൂക്ഷിച്ച് കേട്ടോ. ചവിട്ടി ഗിയറൊക്കെ ഡൗൺ ചെയ്ത് പയ്യപ്പാണ്. പയ്യപ്പോട പയ്യെ വളവ് തിരിയുമ്പോൾ എന്നാ ഗിയർ മാറില്ല കേട്ടോ. വളവിൽ കയറ്റത്തിൽ ഇറക്കത്തിൽ കേട്ടോ. നാട്ടിൽ അച്ചെടുക്കാൻ തുടങ്ങി. പയ്യെ ഓടിക്കാവുള്ളൂ കേട്ടോ. ഒരു 2 വർഷത്തേന് 60 കിലോമീറ്റർ താഴെ സ്പീഡിനെ ഓടിക്കാവുള്ളൂ കേട്ടോ. ആർക്കും ഒരു അപകടം വന്നേക്കല്ല കേട്ടോ. അങ്ങനെയുള്ള വഴിയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ. അപ്പോൾ പോക്കറ്റ് റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി അങ്ങോട്ട് പോയി ഇടതുവശത്തിൻ്റെ വലതുവശത്തോട് മാറിപ്പോകും കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നിൽക്കണം അടുത്തോട്ട്. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എന്നാ ചെയ്യണ്ടേ? ഇടത്തോട്ട് സ്റ്റീറിംഗ് പിടിക്കുകയും പിന്നെ അടുത്തോട്ട് സ്റ്റീറിംഗ് പിടിക്കണം കേട്ടോ. അതുപോലെ ബ്രേക്ക് ആയിട്ട് സ്പീഡ് കുറയ്ക്കണം കേട്ടോ. അവർ ഓടിക്കുമ്പോൾ ഒപ്പം നമ്മളങ്ങോട്ട് കയറി പോയേക്കല്ലേ കേട്ടോ. വണ്ടിയുടെ വീതി നീളമൊക്കെ ഇവിടെ പുറകോട്ട് കാണും ചോറിൻ്റെ കേട്ടോ. ഇച്ചിരി അശ്രദ്ധയുണ്ടോ നിങ്ങൾക്ക് കേട്ടോ. കടവടപ്പ് വേണ്ട, നിങ്ങൾക്കൊക്കെ വെപ്രാളമായി പിള്ളേ നിങ്ങൾക്ക് കേട്ടോ. പക്വത വേണം, പക്വത. അയാളുടെ കാര്യം തെറ്റുണ്ട്. കാരണം അയാൾ വലതുവശത്തോടെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. റോഡ് ഇടതും വലതുമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വണ്ടി വാഹനം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി വലതുവശത്തോടെ ഓവർടേക്ക് ചെയ്യുകയെന്നാണ്. പിന്നെ പണം വണ്ടി ഡ്രൈവർ സിഗ്നലും കാണിക്കണം. കടന്നു പോകാനുള്ള സിഗ്നലും തന്നിട്ട് സുരക്ഷിതമായ അകലം കാത്തു പോകാനാണ്. അയ്യോ പോയാൽ മതി, അകലം പറ്റില്ല. ഇനി ഫ്രണ്ട് പണം വണ്ടിയുടെ അങ്ങോട്ടും പിടിച്ചു പോകണം വലതുവശത്തോട്ട് കേട്ടോ. അതിന് അങ്ങനെ പറയാൻ കാരണം ഡ്രൈവർ ഇരിക്കാൻ വലതുവശത്താണ്. അപ്പോഴാണ് സിഗ്നൽ കാണിക്കുക കേട്ടോ. പിന്നെ പാണ്ടിലോറയൊക്കെ ആകുമ്പോൾ ജീവിതത്തിൽ തന്നെ ടാറിങ്ങെന്ന് റോട്ടിൽ ഇറങ്ങില്ല, ഒരിക്കലുമില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും നിർത്തിക്കും.